ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ട്രെയിനിങ് മെക്കാഡ് എന്ന് പറഞ്ഞ കാർട്ടൂണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കാം. ഈ ഒരു കാർട്ടൂൺ കൊച്ചു ടി വിയിലുള്ളൊരു കാർട്ടൂണായിരുന്നു. കൊച്ചു ടി വിയിൽ ഇത് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 30 എപ്പിസോഡ്സോളം ഈ ഒരു കാർട്ടൂണിൽ നിന്ന് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഈ ടോട്ടലായിട്ട് 4 സീസൺ ഉണ്ട്. 4 സീസണിലും കൂടി 110 എപ്പിസോഡ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാർട്ടൂണിൻ്റെ കഥ എന്താണെന്ന് നോക്കാം. ഈ ഒരു കാർട്ടൂണിൻ്റെ സ്റ്റോറി ലൈനും ഈ ഒരു ജിജോ ഫുട്ബോളിൻ്റെ സ്റ്റോറി ലൈനും തുടക്കത്തിൽ കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. ഈ ഒരു കാർട്ടൂണിൽ ജെയ്സനാണ് മെയിൻ ക്യാരക്ടർ. ജെയ്സൻ്റെ ഫാദറായിട്ടുള്ള മിസ്റ്റർ കെ ആണ് ഈ ഒരു മെക്കാഡമൽസ് ഉണ്ടാക്കുന്നത്. ഈ ഒരു മെക്കാഡമൽസ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ടോയ് കാർഡ്സ് ആണ്. ഇവരെ കൊണ്ട് റോബോട്ടായിട്ട് മാറാനും പറ്റും. ഇങ്ങനെ റോബോട്ടായിട്ട് മാറുമ്പോൾ ഓരോ മെക്കാഡമൽസിനും സ്പെഷ്യലായിട്ടുള്ള പവേഴ്സും ഉണ്ടാവും. ഇവരെ പവേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് മിറർ എന്ന് പറഞ്ഞ ടീം വരിക. പക്ഷേ ബ്ലാക്ക് മിറർ എന്ന് പറഞ്ഞ ടീമിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു മെക്കാഡമൽസിനെ സംരക്ഷിക്കാനായിട്ടാണ് ഈ ഒരു ജെയ്സനും റയാനും ഇസബെല്ലയും നോക്കുക. ഇതാണ് ഈ ഒരു കാർട്ടൂണിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റോറി ലൈന്. ഫസ്റ്റ് വരെയും 30 മെക്കാഡമൽസിനെ കണ്ടുപിടിക്കാനാണ് നോക്കുക. പക്ഷേ അതിനുശേഷം തന്നെ ഈ ഒരു 30 മെക്കാഡമൽസിന് പവർഫുള്ളായിട്ടുള്ള വേറെ മെക്കാഡമൽസും വരും. മിസ്റ്റർ കെ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ വേറെയും പുതിയ മെക്കാഡമൽസിനെ ഉണ്ടാക്കും. അങ്ങനെ ഇതിലെ കഥ തന്നെ കുറേ മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഈ എവാനും ടൊർണാറ്റോസായിട്ടും പവർഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ അവസാനമൊക്കെ എത്തുമ്പോൾ എവാനും ടൊർണാറ്റോസിനേക്കാളും പവർഫുള്ളായിട്ടുള്ള കുറേ മെക്കാഡമൽസും ഉണ്ടാവും. പക്ഷേ ഈ ഒരു സ്റ്റോറി ലൈൻ അടിപൊളി സ്റ്റോറി ലൈനാണ്. അപ്പോൾ കൊച്ചു ടി വിയിൽ ഈ ഒരു കാർട്ടൂൺ ആരൊക്കെ കണ്ടിക്കണമെന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇഷ്ടപ്പെട്ട മെക്കാഡമൽസിനും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക.